കുഞ്ച വെള്ളമൊക്കെ വേഗത്ത് ചിന്തിട്ട് ബാക്കൊക്കെ ചാരി രാജാക്കന്മാരെ പോലെ ഇരുന്നോളി. പിന്നെ പിന്നെ വെള്ളത്തിൽ വീണ നല്ല രസം ഉണ്ടാവും കേട്ടോ. ആരാ വീണേച്ചവർക്ക് സമ്മാനം ഉണ്ട്. വീണവർക്ക് സമ്മാനം 500 രൂപ വീണവർക്ക്. इधर बनाया हुआ है मिशन कश्मीर 2005 में. हाँ इधर और भी फिल्म बनाने के लिए आते हैं होगा ना. ഇതിന്റെ ബാക്ക് സൈഡ് ഒക്കെ ഉണ്ടല്ലേ വീടുകളാണ്. അപ്പൊ വീട്ടിലേക്ക് പോകുന്നവരാണ്. ഓ കുഞ്ചിസ് തൊയ്തിട്ടായിട്ട് പോണത്. തൊയ്ത് കൊടുക്കുക. हाँ जी ओके ओके inside is water हाँ ओके ओके deep 10 feet starting to 10 feet deep हाँ ओके 10 മീറ്റർ താഴ്ചയുണ്ട്. ഫോൺ വെക്കണ നോക്കാൻ മനസ്സിലായോ? हाँ 10 मीटर है ना 10 फुट मतलब मीटर का starting to 10 feet हाँ 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 10 फुट 3 मीटर 3 मीटर हाँ 3 मीटर starting 3 meter 5 meter 4 meter हाँ 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 455 meter 5 meter 8 meter अलग अलग അത് സ്റ്റാർട്ടിങ്ങിലാണ് 3 മീറ്റർ. പിന്നെ അങ്ങനെ കൂടി കൂടി വരുന്നു. എന്താ വെച്ചാൽ കുങ്കുമമായിട്ട് ഓരോരുത്തർ വരുന്നവർ പറഞ്ഞു തരാൻ കേട്ടോ. ആ മിക്സ് ആ ഇപ്പൊ കുങ്കുമം അത് ഒറിജിനൽ കിട്ടൂല എന്നാണ് ഇവർ പറഞ്ഞു തരാണ്. ഷോപ്പിൽ നിന്നാണ് ഒറിജിനൽ കിട്ടുള്ളൂ. പുറത്ത് വരെ കൊണ്ടു തരുന്ന ഡ്യൂപ്ലിക്കേറ്റ് ആണ് കുങ്കുമം കിട്ടാൻ വാങ്ങരുത്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ വാങ്ങി പെട്ടിട്ടുണ്ടായി ഇവിടെ നിന്നല്ല. അപ്പോൾ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക കുങ്കുമത്തിൻ്റെ കാര്യത്തിൽ. നമ്മളുണ്ടല്ലേ ഈ ദാലിലേക്കിലെ മാർക്കറ്റിലേക്കാണ് കേട്ടോ. തടാകത്തിൻ്റെ ഉള്ളിലൂടെയാണ് ഈ കച്ചവടങ്ങളൊക്കെ തന്നെ കാണുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പല കടകൾ ഇപ്പോൾ രാവിലെ തന്നെ തുറക്കാനായിട്ടുള്ളൂ. ഷോപ്പുകളുണ്ടല്ലേ ഇതിപ്പോൾ അങ്ങോട്ടേക്കും ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഷോപ്പിലേക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ नहीं हम लोग नहीं करते. हम लोग बस ऐसा देखेगा बस. हम लोग परचेस नहीं करते यहाँ से बस देखेगा बस. नहीं 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 हम लोग परचेस करते नहीं 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 नहीं. अच्छा ये कहवा मसाला नहीं 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 अभी घर में बनाएगा नहीं नहीं हम लोग लेते हैं. ഇപ്പോൾ ഈ കടകളിലൊക്കെ 10% 20% ചിലപ്പോൾ കൂടുതലുണ്ടാവും. ഇങ്ങോട്ടൊക്കെ കൊണ്ടുവന്ന് ഉള്ള എക്സ്പെൻസ് ഉണ്ടാവുമല്ലോ. ട്രാൻസ്പോർട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാഹനങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിലൂടെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ വിൽപ്പന നടത്താനുള്ള ചിലവ് കൂടുതലുണ്ട്. പിന്നെ അതിൻ്റേതായിട്ട് ടൂറിസ്റ്റ് ഏരിയ അല്ലേ, അതിൻ്റേതായിട്ടുള്ളൊരു വ്യത്യാസം ഉണ്ടാവും. അപ്പം താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കാമെന്നുള്ളൂ. ഒരാദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ 10-20% ചിലപ്പോൾ കൂടുതലുണ്ടാവും. അപ്പോൾ നല്ല ഷോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങാൻ. ഫാക്ടറി ഔട്ട്ലെറ്റൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഓരോരുത്തർ എന്താ വെച്ചാൽ പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെ പർച്ചേസ് ചെയ്യുക. പ്രത്യേകിച്ച് കുങ്കുമം ഇവിടുന്ന് വാങ്ങാൻ നിൽക്കരുത്. അത് പ്രത്യേകം അവർ പറയുന്നുണ്ട് കുങ്കുമം ഒറിജിനൽ കിട്ടില്ല എന്നുള്ളതിൽ. ഒറിജിനൽ പുറത്ത് കിട്ടും. അത് 300, 350, 250 രൂപ ലാസ്റ്റ് കൊടുക്കേണ്ടി വരും. ഇവർ 50 രൂപ ലാസ്റ്റ് നമ്മൾ വിലപേശ ചെയ്ത് കിട്ടിയിട്ട് കാര്യമില്ല. ഇത് ഒറിജിനൽ ആയിരിക്കില്ല കുങ്കുമം ഇവിടുന്ന് കിട്ടുന്നത്. Complete set. 80 rupees. क्या दे 80 rupees. 150 take. 150. No 100. നീ പറഞ്ഞാണ്ട് പിന്നെ വരെ കൊടുത്താളാ. 100 രാവിലെ കച്ചവടം പറഞ്ഞത്. 100 ബിസ്മില്ലാ. आपका नाम क्या है? नाम क्या है? बिलाल. बिलाल ओके ओके. नहीं बस हो गया बस हो गया തന്നെ മതി തന്നെ ബസ് ആടാണ്. എന്താണ്
पितना डाकले डूबेगा तो पता नहीं चलेगा। हाँ जी। ये तो अरे तरह में काले नहीं होता अंगुलियां नहीं तो यहाँ पे जो दाग रहता ना लेकिन हम लोग को उधर से उसका यूज नहीं है ना शो पीस रहता ना फिर शो पीस रखी अलमारी में बट वो भी आएगा उनको बोलेगा कश्मीर में इसका भी हैंड रन इसका भी हैंड नहीं 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 मैंने तो पिता नहीं है तोड़ 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 गोल्ड गोल्ड वन मोर गोल्ड नहीं वो किसके लिए रखा है वो बेचने के लिए रखा है पीने के लिए रहता है पीने के लिए रहते 500 रुपए का 500 रुपया हाँ कितना पूरा राइड का होता है पूरा राइड पूरा राइड हाँ पूरा राइड का पी हाँ पिएगा नहीं 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 वो तो अरब लोग आएगा ना उनको उन्होंने पिएगा ना है ना केरला वाला मत पिए कोई भी नहीं पिएगा എന്താണ് കച്ചവടം തന്നെയാണ് ഇതൊക്കെ കേട്ടോ मेरे को तो नहीं चाहिए अब ओके 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 शुक्रिया जी ഇത് പോരന്റെ ഉള്ളിലല്ല ഇത് ബോട്ടാണ് വീണിട്ട് വെള്ളത്തിൽ മുങ്ങി പോട്ടോ അതെ ഫോണൊക്കെ വെള്ളത്തിലായി പോകും എല്ലാം പാടെ എന്നോട് എടുത്ത് പൊക്കാനും കഴിയില്ല മനസ്സിലായോ ആ വെള്ളത്തിലാന്നുള്ള ഓർമ്മ ഉണ്ടാവണോ ആ വെള്ളങ്ങളല്ല നമ്മൾ 2Kകളല്ല അല്ല 1 മില്യൺ ആണ് ഫോളോ ചെയ്യാൻ പറയും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും ഫോളോ സബ്സ്ക്രൈബ് പ്ലീസ് ലൈക്ക് ആ ബെൽ ഐക്കൺ അടിച്ചോടിക്കണം ഗയ്സ് ആ ഗയ്സ് കാക്കേ അല്ല ഐ സോറി ഇത് ചെയ്തില്ല നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് പോകുന്നെങ്കിൽ ചെയ്തില്ല കുറച്ച് ലൈക്ക് സബ്സ്ക്രൈബ് നിങ്ങൾക്ക് വേണ്ടിട്ട് നമ്മൾ കാണിച്ചു ചെയ്യാൻ അങ്ങോട്ട് വന്നത് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഗയ്സ് കൊടുത്തിട്ട് പോകുന്നില്ലേ അതല്ല നിങ്ങളെ പോലത്തെ കുട്ടികൾക്ക് ഇങ്ങോട്ട് വരാനുള്ള മാർഗം കൂടി പറഞ്ഞു കൊടുക്കണം നമ്മൾ മാത്രം കണ്ടാ പോരാ എല്ലാരും ഇവിടെ കാണണം അതിനെന്താ ചെയ്യാ അതിനെന്താ ആ 5 രൂപയൊക്കെ ആ അടുത്ത് കുറ്റിയിലിടുക ആ പിന്നെ 1000 2000 3000 4000 5000 അങ്ങനെ ആയിട്ട് ഇങ്ങനെ ഇപ്പൊ കൊടുക്കുക ആ ഇപ്പൊ എന്നിട്ട് എന്ത് ഇങ്ങനെ ചോദിക്കേണ്ട എന്തോ ഡൽഹി കൊണ്ടുപോവോ മുംബൈയിൽ കൊണ്ടുപോവോ എന്തെങ്കിലും ചോദിക്കുക ഇത് സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് പോവാം അതന്നെ ഇനിയിപ്പോ ആയിട്ടില്ലേ ഇനിയിപ്പോ നിങ്ങളെ ഉപ്പയും ഉമ്മയും വിട്ടില്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോകും പൈസ ഉണ്ടായാൽ മതി അല്ലേ നമ്മളപ്പുറം കൊണ്ടുപോകും എല്ലാവരും പാടെ കൊണ്ടുപോകാനുള്ള പൈസ നമ്മൾ റോയൽ ഒമേഗ കൊണ്ടുപോകും ഇല്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോകും അല്ലേ നമ്മളപ്പുറം കൊണ്ടുപോകും പൈസ നമ്മൾ നോക്കണം ആ കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ ഇറങ്ങാനായി കേട്ടോ മക്കളോ കുഞ്ഞു തിരക്കൂട്ടല്ലോ കേട്ടോ ആ ഓൻ ഇറങ്ങിയല്ലോ जी जाएगा आपका नाम क्या बोले ओके 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 अभी सबको मैं बोलेगा इधर आने के लिए ओके ओके अभी तो सब इधर क्या सीधा हुआ है ना ओके 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 ठीक है താലിലേക്ക് നിന്ന് ഇറങ്ങിയ ഞങ്ങൾ ഗുൽമർഗിലേക്കാണ് പിന്നെ യാത്ര തിരിച്ചത് ഗുൽമർഗിലേക്ക് എത്താൻ ഏകദേശം 55 കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്യണം കുന്നിൻ ചെരിവുകളും അതുപോലെ തന്നെ തായ്വാരങ്ങളും നല്ല മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ 2 തവണയെങ്കിലും കാശ്മീരിൽ പോകണം ഒന്ന് സ്നോഫാളുള്ള സമയത്തും മറ്റത് അല്ലാത്തൊരു സമയത്തും രണ്ടും 2 കാഴ്ചകളായിരിക്കുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതുപോലെ തന്നെ കാശ്മീർ യാത്ര എന്ന് പറയുന്നത് വഴിയിലൊക്കെ നമ്മൾ തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുള്ളതും അതുപോലെ തന്നെ വൈകി എത്താൻ സാധ്യതയൊക്കെയുള്ള ഒരു യാത്ര തന്നെയാണ് നമുക്ക് സമയം ഫിക്സ് ചെയ്ത് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പല സന്ദർഭങ്ങളിൽ സ്നോഫാളിൻ്റെ സമയത്തൊക്കെ റോഡ് ബ്ലോക്ക് ഉണ്ടാവലുണ്ട് എന്നൊക്കെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഗുൽമർഗ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരുപാട് കുതിര സവാരിക്കാരുണ്ടാകും അതുപോലെ തന്നെ നമ്മളെ സ്കോർപ്പിയോ വാഹനങ്ങളിലേക്ക് ഇവിടുന്ന് ഒരു ഏകദേശം 30 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ഒരു ഗുൽമർഗ് ഉള്ളതെന്നാണ് എനിക്ക് ഇവിടുന്ന് അറിയാൻ സാധിച്ചത് അതിൽ തന്നെ പകുതിയോളം മിലിറ്ററിയുടെ ആർമിയുടെ അണ്ടറിലാണ് ഗുൽമർഗ് സ്ഥിതി ഇതുപോലുള്ള ഡെസ്റ്റിനേഷനുകളാണ് നമ്മൾ ഗ്രൂപ്പായി വരുമ്പോഴുള്ള ഒരു മെച്ചം എന്ന് പറയുന്നത് നമുക്ക് സ്കോർപ്പിയോയിലാണെങ്കിൽ സ്കോർപ്പിയോയിൽ 8 പേർക്ക് സഞ്ചരിക്കാം അപ്പോൾ നമുക്ക് ഷെയർ ചെയ്തിട്ട് നമുക്ക് പോകാം അതല്ലെങ്കിൽ നമ്മൾ വേറെ ആരെങ്കിലും വരുന്ന ഇതുപോലെ നമ്മളെ പോലെ സിംഗിളായിട്ട് വരുന്നവരോ അല്ലെങ്കിൽ നമ്മൾ 2 പേരാണ് പോകുന്നത് വെച്ചാൽ അത്രയും ഒരു 6 പേര് നമ്മൾ വേറെ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും എന്നാലും നമുക്കത് കുറഞ്ഞ് കിട്ടുള്ളൂ കാരണം ഇതുവരെ പല സീസണിലായിട്ട് പല എമൗണ്ടുകൾ വലിയ എമൗണ്ടുകൾ 3000 രൂപ ഒക്കെ പറയും ഏകദേശം ഈ 30 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ചുറ്റിക്കറങ്ങി കാണാനാണ് ഈ പറയുന്ന എമൗണ്ട് ഞങ്ങളിവിടെ ചുറ്റിക്കറങ്ങിയത് ഈ ഒരു സ്കോർപ്പിയോയിലാണ് കേട്ടോ അപ്പോൾ സ്കോർപ്പിയോ ഒരുപാട് അവിടെ ഉണ്ട് സ്കോർപ്പിയോ തന്നെയാണ് മെയിനായിട്ട് അവരൊക്കെ ഉപയോഗിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതുപോലെ തന്നെ നമുക്ക് അവിടെ നിന്ന് കുതിരസവാരി ചെയ്യാം കുതിരസവാരി ഇത്രയും ഈ ഒരു ഏരിയയിലൂടെ ആയിരിക്കില്ല പോവുക അത് വേറൊരു റൂട്ടായിരിക്കും അപ്പോൾ ഞങ്ങൾക്ക് ബെറ്ററായി തോന്നിയത് ഈ ഒരു സ്കോർപ്പിയോയിലൂടെയുള്ള ഈ ഒരു ചുറ്റിക്കറക്കം തന്നെയാണ് ഈ ഒരു ചുറ്റിക്കറങ്ങി കാണുക അതിൽ പല സ്ഥലങ്ങൾ അവർ
സ്പെസിഫിക് ആയിട്ടുള്ള സ്ഥലങ്ങൾ അവർ പറഞ്ഞു തരും, കാണിച്ചു തരും. അങ്ങനെ ഫസ്റ്റ് നമ്മളോട് പറയാം 6 പോയിൻ്റ് ഉണ്ട് 7 പോയിൻ്റ് ഉണ്ട് എന്നൊക്കെയാണ് പറയുക. പക്ഷേ ആ പോയിൻ്റ് എന്നൊക്കെ പറയുന്നത് ഇതുപോലെ പോകുമ്പോൾ അങ്ങനെ ജസ്റ്റ് കാണിച്ച് പോകുക എന്നുള്ളതാണ്. പിന്നെ അതിനപ്പുറം ചില ഭാഗങ്ങൾ ഇറങ്ങി കാണേണ്ടതുണ്ട്. അതൊക്കെ കണ്ടിട്ട് നമുക്ക് ഈ കാഴ്ച കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് എന്തായാലും ഇത്രയും എമൗണ്ടൊക്കെ കൊടുത്ത് നമ്മൾ കാശ്മീരൊക്കെ പോകുന്ന സ്ഥിതിക്ക് ഇത് ഒരു ബാക്കിയാക്കി പോകുന്നത് നല്ലതല്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇതും കൂടി കാണാൻ തീരുമാനിച്ചത്. ഇതിങ്ങനെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നല്ല ഇങ്ങനെ സീനറി ഇങ്ങനെ എന്താ പറയുക നല്ല ഭംഗിയായിട്ടുള്ള കാശ്മീരിൻ്റെ നല്ല ഭംഗിയായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് ഗുൽമർഗ്. അതൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ യാത്ര നമുക്ക് ഗുൽമർഗിലെ കൂടുതൽ വീഡിയോകളും അതുപോലെ തന്നെ മറ്റ് കാശ്മീരിലെ വിശേഷങ്ങളെല്ലാം തന്നെ മറ്റു വീഡിയോകളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്.